വർഷം മുമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ പുതുതായിട്ടുള്ള ഒരു അറിവില്ല, ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമല്ല, ഇത് ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഞാൻ ഒരു 3 വർഷത്തോളം ഫോളോ ചെയ്യാൻ പറ്റി എനിക്ക്. പിന്നെ അതെല്ലാം കുറഞ്ഞു, ഇപ്പം പഴയ ഒരു സ്റ്റൈലിലേക്ക് മാറി. അതുകൊണ്ടൊന്നും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് വീണ്ടും വന്നത്. അതിനുള്ള ഒരു ശക്തി പ്രചോദനം ഇപ്പോൾ കിട്ടി. പിന്നെ പരിചയപ്പെടാൻ പറ്റി, ബാംഗ്ലൂരിന് ഒരു ഫാമിലിയെ കിട്ടി. ഇനിയിപ്പോൾ അവരായിട്ടുള്ളൊരു പിന്നെ അവിടെ നിന്ന് മീറ്റ് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ കണ്ടെത്തണം എന്നുള്ളൊരു ഇതിലുള്ളത്. അവിടെ ബാംഗ്ലൂരിൽ തന്നെ നമ്മളെ ഇതേ ഒരു രീതി ചിന്തിക്കുന്ന ആൾക്കാരും അവർക്കായിട്ടൊരു കമ്മ്യൂണിറ്റി പോലെ എന്തെങ്കിലും ആണ് ഉദ്ദേശമുള്ളത്. ഇപ്പോൾ പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോൺ വെജ് എന്നുള്ള കാര്യം അതിവിടെ വന്ന ഒരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ കൂടുതൽ സ്പൈസി അല്ലാത്ത ഫുഡുകളൊക്കെ ഉപയോഗിക്കാം. അത് കുക്ക് ചെയ്യുന്ന വിധവും ആ രീതിയിലൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ട്രക്കിങ്ങിന് പോയപ്പോഴത്തെ അനുഭവങ്ങളെന്ന് പറയുന്നത് അതിന്ന് രാവിലെ ഉണ്ടായ ഒരു അനുഭവമാണ്. അത് വളരെ എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇന്നലെ ആറ്റിലെ കുളിക്കാൻ പോയി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാം. ഞങ്ങൾ ഇങ്ങനെ പല ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആറ്റിലൊക്കെ കുളിക്കാൻ പോവുകയും അതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ച് കരയ്ക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് വെള്ളത്തിൽ. കാരണം പല അപകടങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് വെള്ളത്തിലോട്ട് അങ്ങോട്ട് വെള്ളം നമ്മളെ ആകർഷിക്കുമെങ്കിലും നമ്മൾ അതിനൊന്നും വഴിപ്പെട്ടിട്ട് ഏത് സമയവും നമുക്ക് കൃത്യസമയത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം പിന്നെ കുക്ക് ചെയ്ത് തന്ന ഉമേഷിന് പ്രത്യേകം നന്ദി പറയുന്നു, താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് സനൂപിൻ്റെ ക്ലാസ് തന്നെ നല്ലൊരു നമുക്ക് ഒരു ബോറടി തോന്നത്തില്ല. ആ സംസാരങ്ങളും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ ഒരു ബോറടിക്കുന്ന രീതിയിലല്ലായിരുന്നു. കുറേ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. വളരെ എഡ്യൂക്കേറ്റീവ് ആയിരുന്നു ക്ലാസ്സുകൾ. ഇത്രയൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നത്. പാലക്കാട് റിട്ടയർഡ് പോസ്റ്റ് മാഷാണ്. നമ്മൾ പരിപാടിക്ക് വന്ന അന്ന് തന്നെ ഇൻട്രൊഡക്ഷൻ സമയത്തും ശ്രീ സനൂപിനോട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു മുൻവിധി ഇല്ലാതെയാണ് നമ്മൾ ഈ പരിപാടി ഫോറത്തിലേക്ക് നമ്മൾ വന്നത്. പ്രകൃതിയെ ഒത്തു പോകാന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷയോട് കൂടിയൊന്നല്ല നമ്മൾ വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ അറിവുകളോ കാര്യങ്ങളോ നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ വിവരങ്ങളുള്ളതുകൊണ്ട് വിവരങ്ങൾ അറിയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അത്തരം വിവരങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു അറിവും വിദ്യാഭ്യാസവും ആ ലൈനിൽ കൂടെ തന്നെ സ്വയം പഠിച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി വിരസതയോ ഇല്ലാതെ നമുക്കത് പറഞ്ഞു തരാൻ സാധിച്ചത് ശ്രീ സനൂപിന് ആ സ്കില്ല് നമ്മൾ അഡ്മയർ ചെയ്യുന്നു. ഹാറ്റ്സ് ഓഫ് യു, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി. നമുക്ക് അങ്ങനെ ഈ പലവിധ ആൾക്കാരെ 3 വയസ്സായ കൊച്ചു മുതൽ നമ്മൾ 10-70 വയസ്സായ ആൾക്കാരെ വരെ ഒന്നിച്ചൊരു ഫോറത്തിൽ 4 മണിക്കൂർ 5 മണിക്കൂർ ഇരുത്തൽ അത്ര കംഫർട്ടായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറഞ്ഞു തരാൻ സാധിച്ചത് നന്ദിയുണ്ട്. അതൊരനുഭവം തന്നെയായിരുന്നു. ആ കലാപരിപാടികൾ നമ്മൾ ആസ്വദിച്ചു. തുടർന്ന് ഇത്തരം പരിപാടികൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോട്ടെ. ഇത്തരം പരിപാടികൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമാവാനും താല്പര്യവും കാര്യങ്ങളും ഉണ്ട്. ശ്രീ സനൂപുമായിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ക്യാമ്പ് വളരെ നല്ലതായിരുന്നു. ഇതെൻ്റെ 3ാമത്തെ ക്യാമ്പാണ്. അപ്പോൾ ഒന്ന് റീഫ്രഷ് ആവാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് 7 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, നമ്മൾ അനുഭവം ഷെയർ ചെയ്യാൻ പറ്റി, അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റി. ഇതൊക്കെ നമുക്ക് മനസ്സിന് പിന്നെ നമ്മളെ സ്ട്രെസ്സും കുറച്ച് കുറഞ്ഞു, ഒന്ന് റിലീഫ് ആവാൻ പറ്റി. ഇടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടാനുള്ളൊരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെയാണ് പറയാം. ഓക്കെ, തീർച്ചയായും ഉപകാരപ്പെട്ടു. കാരണം ഇതുവരെ നല്ല ശീലം എന്ന് വിചാരിച്ചത് കുറേയല്ലോ തെറ്റായ ശീലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായി വരണം എന്ന് വിചാരിക്കുന്നത് സാധിച്ചിട്ടില്ല. പലതും വന്നിട്ടും ഇതാക്കിയിട്ടില്ല. ഇപ്പം എനക്കെന്നെ തോന്നി ഇനി ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഇപ്പം പറയുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഇതാക്കി കൊണ്ടുവരണം എന്നുള്ള ഇതിൽ ഇറങ്ങി ഇനിയും വരണം എന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരെയും കൊണ്ടുവരണം
എന്നാലേ ഫാമിലി മൊത്തം വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിനെ പറ്റിയുള്ള ഇത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാവുള്ളൂ. ഇനി കഴിയുന്നതും ഇതുപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം.